നമ്മുടെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഇത് കണ്ടപ്പം കുറച്ച് നേരത്തെ കുട്ടികളുടെ പരിപാടി കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ സ്കൂളിലെ കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾ എന്ത് മനോഹരമായിട്ടാണ് അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഭാഷ മലയാളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്തതെന്നുള്ളതാണ്. അവരുടെ ഡെഡിക്കേഷന് ഒരു കയ്യടി. നമ്മൾ ഒരു പൈലറ്റ് പ്രോഗ്രാം പോലെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഇൻ പേഴ്സൺ മലയാളം ക്ലാസ് വളരെ മികച്ച രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കുവാനും അത് പൂർത്തീകരിക്കാനും സാധിച്ചിരിക്കുന്നു. അതിനാദ്യമായിട്ട് നമുക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ കൊച്ചുമക്കളോട് തന്നെ. അവർ വളരെ ഉത്സാഹത്തോടും ആവേശത്തോടുമാണ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും അവർക്ക് കൊടുക്കുന്ന അസൈൻമെന്റുകൾ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരു വലിയ നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഒരുപാട് തിരക്കുകൾക്കിടയിലും ആ കുട്ടികളെ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരികയും ഇവൻ നമ്മുടെ ഒരു ഫാമിലി സൺപ്രേരിൽ വരുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം തിരക്കുകളുള്ളവരാണ്, ജോബുണ്ട് നമുക്ക്. അതിനിടയ്ക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുവന്ന് ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുന്ന എല്ലാ പേരൻസിനും എൻ്റെ വ്യക്തിപരമായ പേരിലും മലയാള പേരിലും ഒരു താങ്ക് യു. തുടർന്നുള്ള വർഷങ്ങളിലും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. നമുക്കിത് മികച്ച രീതിയിൽ കൊണ്ടുപോകണം. നമുക്കിത് നമ്മുടെ വിസ്കോൺസിൻ ചാപ്റ്ററിൻ്റെ ഒരു ഐക്കോണിക് പരിപാടിയായിട്ട് നമുക്ക് മാറ്റണം. അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങൾ കൊണ്ട് അവർ മെച്ചപ്പെടുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ അറിയാൻ പറ്റും. അവർ ആക്ച്വലി മലയാളത്തിൽ അങ്ങനെ സംസാരിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അവന് കുറച്ച് ഭയങ്കര താല്പര്യമുണ്ട് ചെയ്യാനും പാട്ട് പാടാനൊക്കെ. കൂടാതെ നമ്മൾ ഈ ഒരു പരിപാടി കൊണ്ട് കുറച്ചെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാഷയോടും സംസ്കാരത്തിനോടും ഒരു സ്നേഹവും അടുപ്പവും വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും, ഇന്ന് ഈ ഒരു ആർട്ട് ചെയ്ത ദർശന, കൂടാതെ നമുക്കിന്ന് റിഫ്രഷ്മെന്റ്സ് അറേഞ്ച് ചെയ്ത ദിലീപ്, അജി, നമുക്കിന്ന് സൗണ്ട് ആൻഡ് റെക്കോർഡിങ്ങിന് വേണ്ടി അറേഞ്ച്മെന്റ്സ് ചെയ്ത മിലൻ, വിജയ്, കൂടാതെ ഇന്ന് പിയാനോ വായിച്ച നമ്മുടെ നിരഞ്ജൻ ഫാമിലി, കൂടാതെ നമുക്കിന്ന് ഈ സ്പേസ് പ്രൊവൈഡ് ചെയ്ത മാപ്പിൾ ഷുഗർ മെത്തോഡിസ്റ്റ് ചർച്ച് ആൻഡ് ജിം. താങ്ക് യു ജിം, അപ്രീഷിയേറ്റ് യുവർ ടൈം. കൂടാതെ കുറച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്ത മാഡിസൺ ലൈബ്രറി, വെറർ ലൈബ്രറി, എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അവസാനമായിട്ട് ഇതിന് എല്ലാം മുകളിലായിട്ട്, ഇതിനെല്ലാം ഉപരി നമുക്ക് ഇത് സംഘടിപ്പിക്കുവാനും നമ്മുടെ ക്ലാസ്സുകൾ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാനും പറ്റുന്നത് നമുക്കൊരു കപ്പിത്താനുള്ളതുകൊണ്ടാണ്. നമ്മുടെ കപ്പിത്താൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതിയാണ്. ജ്യോതിയുടെ സപ്പോർട്ടായ വിഷ്ണുവാണ്. അത് ഞാനൊരു വാക്കിലൊരു നന്ദി പറഞ്ഞാൽ എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. അവർക്ക് മലയാള ഭാഷയോടും ഇതിനോടുള്ള സ്നേഹവും ആവേശവും കാണുമ്പോൾ അറിയില്ല. ഞാനൊരു മലയാള അധ്യാപകന്മാരാണ്. പക്ഷെ എനിക്കത്രത്തോളം, അതായത് ഇവിടെ വന്നപ്പോൾ ആ ഒരു ടച്ച് വിട്ടുപോയി. പക്ഷെ എങ്കിലും അവർക്ക് ആ ഒരു സ്നേഹവും ഇത് കാണുമ്പോൾ വളരെ വളരെ സന്തോഷവും സ്നേഹവും അവരോടും ഉണ്ട്. എന്താ പറഞ്ഞേ, നമുക്കും നമുക്ക് നമ്മുടെ ഭാഷയോടും ഒരു വല്ലാത്ത സ്നേഹവും തോന്നുന്നു. അതുകൊണ്ട് ഞാനൊരു ചെറിയ നന്ദി പറയില്ല, 1000 സ്നേഹവും നന്ദിയും ജ്യോതിയോടും വിഷ്ണുവിനോടും. തുടർന്നും നിങ്ങൾക്ക് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, അതിനുള്ള ഊർജ്ജവും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഒരു ചെറിയ ഒരു സ്നേഹോപഹാരം ഞങ്ങൾ അലയുടെ ഭാഗമായിട്ട് ഞാൻ ജ്യോതിക്ക് സമർപ്പിക്കുവാൻ ഞാൻ വിസ്കോൺസിൻ ചാപ്റ്റർ പ്രസിഡന്റ് സൈറ്റിനെ ക്ഷണിച്ചു. വിഷ്ണുവിടെ വരുമോ?
താങ്ക് യു ജ്യോതി, താങ്ക് യു വിഷ്ണു. ഇതോടുകൂടി നമ്മുടെ പരിപാടികൾ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനി ചെറിയൊരു ചായ കടിയിലേക്ക് നീങ്ങാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.